ഇപ്പോഴിതാ യുദ്ധ സ്മാരകത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം പുഷ്പചക്രം വെച്ച് അഭിവാദ്യം അർപ്പിച്ചതിനു ശേഷം പ്രധാനമന്ത്രി അവിടെ നിന്ന് തിരിക്കുകയാണ്, കർത്തവ്യപഥത്തിലേക്കാണ്. അർജുൻ പീതാംബരൻ, അർജുൻ, ഇനിയുള്ള ചടങ്ങുകൾ, ഇനിയുള്ള ഓരോ നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും അടുത്ത 1.5 മണിക്കൂർ എന്ന് പറയുന്നത്, അടുത്ത 90 മിനിറ്റുകൾ എന്ന് പറയുന്നത് ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം അഭിമാനം നിറഞ്ഞതാണ്. നമ്മുടെ സൈനിക ശക്തി മാത്രമല്ല, നമ്മുടെ വൈവിധ്യത, നമ്മുടെ ഏകത, നമ്മുടെ സമത്വം, നമ്മുടെ കലാരൂപങ്ങളെല്ലാം തന്നെ ലോകത്തിന് മുന്നിൽ പ്രകടമാക്കുന്ന ആ ശക്തി വിളിച്ചോതുന്ന പ്രകടനങ്ങളാണ് കർത്തവ്യപഥിൽ നിന്നും ആരംഭിക്കാൻ പോകുന്നത്. കൃത്യം 10:30 തന്നെ ആരംഭിക്കും. പ്രധാനമന്ത്രി കർത്തവ്യപഥിലേക്ക്, ആ പരേഡ് ആരംഭിക്കുന്ന ഡയസിലേക്ക് സല്യൂട്ട് സ്വീകരിക്കാൻ വേണ്ടി പോവുകയാണ്. 10:30 രാഷ്ട്രപതിയും ഇന്തോനേഷ്യൻ രാഷ്ട്രപതിയും കുതിരവണ്ടികളിൽ 40 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ആചാരമായി ബഗ്ഗികൾ, അതായത് കുതിരവണ്ടികളിൽ ഇവർ രാഷ്ട്രപതി ഭവനിൽ നിന്നും ഈ കർത്തവ്യപഥിലേക്ക് എത്തുന്ന ഒരു ചടങ്ങാണ്. അതിൽ വരും. അതിനുശേഷം 300 കലാകാരന്മാർ എന്ന് പറയുന്ന സമയത്ത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള കലാകാരന്മാരുണ്ട്. അവരെല്ലാവരും ചേർന്ന് സാരേ ജഹാം സേ അച്ഛ എന്ന ഗാനത്തിന് വിവിധ വാദ്യോപകരണങ്ങൾ കൊണ്ട് ഈണം നൽകിക്കൊണ്ടാണ് ഈ പരേഡ്, ഇന്നത്തെ പരേഡ് ഔദ്യോഗികമായി തന്നെ അതിന് ആരംഭം കുറിക്കുന്നത്. അതിനു പിന്നാലെ തന്നെ സൈന്യത്തിൻ്റെ, വായുസേനയുടെ MiG-17 ഹെലികോപ്റ്ററുകൾ കർത്തവ്യപഥിന് മുകളിലൂടെ പറന്നുകൊണ്ട് പതാക ആകൃതിയിലായിരിക്കും പറന്നുകൊണ്ട് പുഷ്പവൃഷ്ടി നടത്തും. ആ പുഷ്പവൃഷ്ടി നടത്തുന്നതിന് പിന്നാലെ തന്നെ പരേഡ് ആരംഭിക്കും എന്നുള്ളതാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ക്യാപ്റ്റൻ അലോക് അഹ്ലാവത്താണ് ഇന്നത്തെ പരേഡിൻ്റെ കമാൻഡർ, പരേഡിന് നേതൃത്വം നൽകുന്നത്. സെക്കൻഡ് ഇൻ കമാൻഡ് ആയിട്ടുള്ളത് മേജർ ജനറൽ സുമിത് മെഹ്തയാണ്. ഗാലൻട്രി അവാർഡുകൾ അതിന് പിന്നാലെ തന്നെ സമർപ്പിക്കും. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചടങ്ങുകൾ അത് പിന്നീട് എത്തി നിൽക്കുക, അവസാനിക്കുക ചെങ്കോട്ടയിലാണ്. പക്ഷെ അതിന് മുൻപായിട്ടുള്ള ഒരു 90 മിനിറ്റ് സമയമുണ്ട്. ഏതൊരു ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം ജനുവരി 26-ാം തീയതി അത്രത്തോളം അഭിമാനമായിട്ടുള്ള മുഹൂർത്തങ്ങൾ, നിമിഷങ്ങൾ കരസേനയും വായുസേനയും വ്യോമസേനയും അതിനോടൊപ്പം തന്നെ സൈനിക വിഭാഗങ്ങൾ, കോസ്റ്റ് ഗാർഡുകൾ, ഇവരുടെ എല്ലാം സംഘങ്ങൾ, അവരെല്ലാം അണിനിരത്തുന്ന അവരുടെ ശക്തി, പ്രതിരോധ ശക്തി, രാജ്യത്തിൻ്റെ പൈതൃകം, വൈവിധ്യത, ഇതെല്ലാം കാണാൻ, നേരിട്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്ന ഒരു വിശിഷ്ട മുഹൂർത്തം കൂടിയാണ് ഇത്തവണത്തെ 76-ാം റിപ്പബ്ലിക് ദിനത്തിൻ്റെ ആശയം എന്ന് പറയുന്നത്, പ്രമേയം എന്ന് പറയുന്നത് സുവർണ ഭാരതം, പൈതൃകവും വികസനവും എന്നുള്ള കാര്യത്തിൽ ഊന്നിക്കൊണ്ടായിരിക്കും ഇത്തവണത്തെ ചടങ്ങുകൾ, ഇത്തവണത്തെ ആഘോഷങ്ങളെല്ലാം തന്നെ സംഘടിപ്പിച്ചിരിക്കുന്നത്. 31 നിശ്ചല ദൃശ്യങ്ങളുണ്ട്. ഈ 31 നിശ്ചല ദൃശ്യങ്ങൾ എന്ന് പറയുമ്പോൾ 16 സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഒപ്പം തന്നെ 15 മന്ത്രാലയങ്ങളും വിവിധ വകുപ്പുകളുമായിട്ട് ഒരുക്കിയിരിക്കുന്ന 31 നിശ്ചല ദൃശ്യങ്ങളാണ്. ഇവർ ഒന്നിനു പിറകെ ഒന്നായി ഇങ്ങനെ പരേഡിനൊപ്പം വരുന്നത് കാണാൻ അത്രത്തോളം മനോഹരമായിട്ടുള്ള നിമിഷങ്ങളാണ് നമ്മളെ ഇപ്പോൾ എന്തായാലും കാത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ 350 അംഗ ഇന്തോനേഷ്യൻ സൈനിക സംഘവും, ഈ സൈനിക സംഘത്തിൽ ബാൻഡ് സംഘവുമുണ്ട്, ഒപ്പം തന്നെ പട്ടാള സംഘവുമുണ്ട്. 160 അംഗങ്ങളുള്ള സൈനിക സംഘം, പട്ടാള സംഘം, ഒപ്പം തന്നെ 150 പേര് വരുന്ന ഈ ബാൻഡ് സംഘവും, ഇവരും നമ്മുടെ സൈന്യത്തിനൊപ്പം, ഇന്ത്യൻ സൈന്യത്തിനൊപ്പം ഈ പരേഡിൽ അണിനിരക്കുന്നുണ്ട്. മറ്റൊരു വിദേശ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പരേഡ് കണ്ടിഞ്ച്മെൻറ്റ് സംഘമാണ് ഇത്തവണ ഇന്തോനേഷ്യൻ സംഘം ഇന്ത്യക്കൊപ്പം തന്നെ വരാൻ പോകുന്നത്, പരേഡിൽ അണിനിരക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ T-90 ഭീഷ്മ, പീരങ്കി, അതായത് ടാങ്ക്, അതുപോലെ തന്നെ നാഗ് മിസൈൽ സിസ്റ്റം, ബ്രഹ്മോസ് മിസൈൽ, പിനാക്ക റോക്കറ്റ് ലോഞ്ചർ തുടങ്ങിയിട്ടുള്ള ഇന്ത്യ തദ്ദേശീയമായി തന്നെ നിർമ്മിച്ചെടുത്തിട്ടുള്ള അനേകം യുദ്ധ